ഹായ് മക്കളെ, എൻ്റെ പേര് വഹാവുദ്ദീൻ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഹാഫ് ഇയർലി എക്സാമിന് 100% നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഏതാണെന്നല്ലേ? നമ്മളെ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. എ റിട്ടയർസ് ഫ്രം ദ ഫേം ഓൺ 1st January 2023. അതായത് 1st January 2023 ആര് റിട്ടയർ ചെയ്യുന്നുണ്ട്? എ എന്ന് പറഞ്ഞ പാർട്ട്ണർ റിട്ടയർ ചെയ്യാൻ. ക്ലിയർ അല്ലേ? ₹60,000 ബിക്കം ഡ്യൂ ടു ഹിം. ഓക്കെ, 60,000 രൂപയാണ് ആർക്ക് കൊടുക്കാനുള്ളത്? എ എന്ന് പറഞ്ഞ പാർട്ട്ണർക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. സെറ്റ്. ബാക്കി നോക്കാം. വിച്ച് ബി ആൻഡ് സി പ്രോമിസ് ടു പേ ഹിം 3 equal annual installment ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 10% പെർ ആനം. അതായത് ഈ 60,000 രൂപയെ എങ്ങനെ കൊടുക്കാം എന്നാണ് സമ്മതിച്ചുള്ളത്? 3 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. അതായത് ഒരു വർഷം എത്ര കൊടുക്കും? 20,000 രൂപ കൊടുക്കും. അത് മാത്രമാണ് കൊടുക്കുക? അല്ല, ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് 10% പെർ ആനം. അതായത് ഈ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടിന്റെ കൂടെ ടുഗദർ എന്തുകൂടെ നമ്മൾ കൊടുക്കും? ഇൻട്രസ്റ്റ് എമൗണ്ട് 10% കൂടെ നമ്മൾ കൊടുക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അങ്ങനെയെങ്കിൽ പ്രിപ്പേഴ്സ് എസ് ലോൺ അക്കൗണ്ട്. എ എന്ന് പറഞ്ഞ പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ചോദ്യം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അയാൾക്ക് കൊടുക്കാനുള്ള 60,000 രൂപയല്ലേ, ഈ 60,000 രൂപയെ പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ജേർണൽ എൻട്രി ഉണ്ട്. ആ ജേർണൽ എൻട്രി വിളിക്കുന്ന പേരാണെന്ത്? എന്താ കേട്ടോ? ആ ജേർണൽ നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടാണെങ്കിൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു. എങ്ങനെ? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ലോൺ അക്കൗണ്ട്. ക്ലിയർ അല്ലേ? എത്ര എമൗണ്ട്? 60,000. എങ്ങനെയാണ്, എന്തിനാണ് ഈ ഒരു ജേർണൽ എൻട്രി പാസ്സാക്കുന്നത്? ഈ ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ എന്റെ അക്കൗണ്ടിലുള്ള, എന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഈ 60,000 രൂപയെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്? എന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എങ്കിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്തതിനെ നോക്കിയേ. ക്രെഡിറ്റിലാണോ ആര് വന്നിട്ടുള്ളത്? ലോൺ വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ലോൺ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന അറിയാവോ? ഏസ് ക്യാപിറ്റൽ. ഓക്കെ, എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം? ഏസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇതിനെ റെക്കോർഡ് ചെയ്തിരിക്കണം. ഏസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ട് ടോട്ടൽ കൊടുക്കാനുള്ളത്? 60,000 രൂപയാണ് ടോട്ടൽ കൊടുക്കാനുള്ളത് അല്ലേ? ഏത് ഡേറ്റിനായിരുന്നു അയാൾ വിഡ്രോ ഏത് ഡേറ്റിൽ അയാൾ റിട്ടയർ ചെയ്തിരുന്നത്? 1st January 2023 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/1/23 എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നു. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? വിച്ച് മീൻസ് എന്താ ചെയ്തിട്ടുള്ളത്? എത്രയാണോ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ളത്, ഈ ഒരു എമൗണ്ട് നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യുന്നു? ലോൺ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എന്ത് പറഞ്ഞ് വേണം റെക്കോർഡ് ചെയ്യാൻ? ഏസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വേണം റെക്കോർഡ് ചെയ്യാൻ. ഫൈൻ, പെർഫെക്റ്റ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഓരോ വർഷവും നമ്മൾ എന്ത് കൊടുക്കും? 10% ഇൻട്രസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. പാർട്ട്ണർക്ക് ഒരു ഐറ്റം കൊടുക്കാനുണ്ടെങ്കിൽ, എങ്ങനെ? പാർട്ട്ണർക്ക് ഒരു ഐറ്റം കൊടുക്കാനുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കണം. വിച്ച് മീൻസ് അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്, എവിടെ റെക്കോർഡ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അയാൾക്ക് ലോൺ കൊടുക്കാനുണ്ട്, എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ ഫസ്റ്റ് ഇയർ നമ്മൾ പൈസ കൊടുക്കുമല്ലോ, കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ഡെബിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ? എങ്ങനെ? പാർട്ട്ണർക്ക് ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്യണം? ക്രെഡിറ്റിലാണ്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്? ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വർഷത്തിന്റെ അവസാനം നമ്മൾ ഇനി അയാൾക്ക് എന്ത് കൊടുക്കണം? 10% ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? വർഷത്തിന്റെ അവസാനത്തെ ഡേറ്റ് ഏത് ഡേറ്റാ? 31st December 2023. ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇവിടെ എത്രയായിരിക്കും ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടാവുമെന്ന് അറിയാമോ മക്കളെ? സിംപ്ലി ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, അൺപെയ്ഡ് ബാലൻസ് എത്രയാണോ, ഈ അൺപെയ്ഡ് ബാലൻസിന് മുകളിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കേണ്ടത്. എങ്ങനെ? അൺപെയ്ഡ് ബാലൻസ് എത്രയാണോ, ഈ അൺപെയ്ഡ് ബാലൻസിന് മുകളിലാണ് എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. നോക്കി, അതായത് ഇവിടെ 60,000 രൂപയിൽ കൊടുക്കാൻ ബാക്കിയുള്ളത് ആണല്ലോ, എങ്കിൽ ഈ 60,000 രൂപയുടെ മുകളിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? ഇൻട്രസ്റ്റ് കൊടുക്കാൻ. അതായത് 60,000 ഇൻറ്റു 10/100, 10/100 എത്ര രൂപ വരും മക്കളെ? 6,000, 6,000. ഇതൊക്കെയാണോ? ഇതൊക്കെയല്ലേ എല്ലാവർക്കും? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു? എത്രയാണോ പാർട്ട്ണർക്ക് ലോൺ ആയിട്ട് കൊടുക്കാനുള്ളത്, ആ എമൗണ്ടിന് എവിടെ റെക്കോർഡ് ചെയ്തു? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇതിന് എന്ത് ചെയ്തു? ക്രെഡിറ്റ് സൈഡ് തന്നെ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്തു? 6,000 rupees അയാൾക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്? ഈ വർഷം കൊടുക്കാനുള്ള 60,000 ഇൻറ്റു 10%. ക്ലിയർ? ദാറ്റ് ഈക്വൽ ടു 10/100, ദാറ്റ് ഈക്വൽ ടു 6,000 വരും.
ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും നമ്മൾ എന്ത് കൊടുക്കണം? 20,000 രൂപയും 10% പലിശയും കൊടുക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ ഉള്ള ജേണൽ എങ്ങനെ? ക്യാഷ് കൊടുക്കുമ്പോൾ ഉള്ള ജേണൽ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഏസ് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആയിരിക്കും ജേണൽ. കാരണം എന്താ? നമ്മൾ ക്യാഷ് കൊടുക്കാണ്. ക്ലിയർ അല്ല? അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് കുറയും. സോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ക്യാഷിനെ. ഇനി ലോൺ എമൗണ്ട് കുറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. എക്സാമ്പിൾ, ബാങ്ക് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, 1 ലക്ഷം രൂപ ബാങ്കിന് കൊടുക്കാനുണ്ട് അല്ലേ? എങ്കിൽ നമ്മൾ ആ ബാങ്ക് ലോൺ എന്ത് ചെയ്തു? ഒരു 30,000 ബാങ്കിന് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അടയ്ക്കാനുള്ള ലോൺ എമൗണ്ട് കുറയും. കറക്റ്റ് ഞാൻ പറഞ്ഞത്? എങ്ങനെ? നമ്മൾ അടയ്ക്കാനുള്ള എന്ത് കുറയും മക്കളെ? ലോൺ എമൗണ്ട് കുറയും. റൈറ്റ്, ഫൈൻ, ക്ലിയർ അല്ലേ? ലോൺ എമൗണ്ട് കുറയുമ്പോൾ നമ്മൾ ലോൺ എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്? ഡെബിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് റൂൾ. എങ്ങനെ? ലോൺ എമൗണ്ട് കുറയുകയാണെങ്കിൽ ഈ ലോൺ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡെബിറ്റ് ചെയ്തിരിക്കണം. സോ ദ എൻട്രി വിൽ ബി ഏസ് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ എന്തുകൊണ്ട് ലോൺ ഡെബിറ്റ് ചെയ്യുന്നത്? ലോൺ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. എന്താണ്? ലയബിലിറ്റി ആണ്. ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യല്? നമ്മൾ പറഞ്ഞു കുറയാണെങ്കിൽ പാർട്ട്ണർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. എന്ത് പറഞ്ഞേക്ക് റെക്കോർഡ് ചെയ്യാം? എന്നാ പിടിച്ചോ. ഏതാ ഡേറ്റ്? 31 ഡിസംബർ 2023. വർഷത്തിന്റെ അവസാനത്തിലായിരിക്കും നമ്മൾ ലോൺ കൊടുക്കുക. അപ്പോൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഇവിടെ എത്രയായിരിക്കും പൈസ കൊടുക്കാന്ന് അറിയാമോ മക്കളെ? ഇവിടെ നോക്കുകയാണെങ്കിൽ 20,000 രൂപയാണ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് നമ്മൾ കൊടുക്കാനുള്ളത് അല്ലേ? ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഈ വർഷത്തെ 10% ഇൻട്രസ്റ്റും, അതായത് ഈ വർഷം 6,000 രൂപയാണ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര രൂപ കൊടുക്കും മക്കളെ? 26,000 രൂപയായിരിക്കും മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇദ്ദേഹത്തിന് കൊടുക്കാം. ഇത് ഓക്കെ ആണോ? ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ക്യാരി ഡൗൺ. നോർമലി സാധാരണ നമ്മൾ എങ്ങനെയാണോ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, സോ 66,000 മൈനസ് 26 ദാറ്റ് ഈക്വൽ ടു 40,000, 40,000. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നുകൂടെ പറയാം. എന്താ സംഭവിച്ചത്? എ എന്ന് പറഞ്ഞ പാർട്ട്ണർക്ക് നമ്മൾ 60,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ആ വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണം? 60,000 രൂപയുടെ മുകളിൽ 10%, അതായത് 6,000 രൂപ. അത് രണ്ടും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തു, ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി പാർട്ട്ണർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ, ലോണുള്ള പാർട്ട്ണർ എക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് പറഞ്ഞ് കാണിച്ചു? ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. എത്രയാണ് നമ്മൾ ക്യാഷ് കൊടുക്കുക? ആദ്യം തന്നെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 60,000 കൊടുക്കാനുണ്ട്, പക്ഷെ 3 തവണകളിലായിട്ട് ഈ പണത്തെ കൊടുക്കത്തുള്ളൂ അല്ലേ? അതായത് ഒരു വർഷം 20,000 രൂപയും കൊടുക്കും, ആ വർഷത്തെ എന്തും കൊടുക്കും? 10% പലിശയും കൊടുക്കും. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ 20,000 രൂപയും പ്ലസ് ഈ വർഷത്തെ പലിശ 6,000 രൂപയാണ്. സോ 6,000 കൂടെ കൊടുത്തു, 26,000. ഓക്കെ, ഇനി ബാക്കി എത്ര കൊടുക്കാനുണ്ട്? 60,000 രൂപയിൽ നമ്മൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 20,000 കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഈ വർഷത്തെ പലിശയും അല്ലേ? അങ്ങനെ 26,000 ആകെ കൊടുത്തുള്ളത്. അപ്പോൾ ഇനി ബാലൻസിന് എത്ര കൊടുക്കാനുണ്ടാവും? 40,000 രൂപ കൊടുക്കാനുണ്ടാവും. ഇതാണ് ബാലൻസ് കാര്യം. ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? വീണ്ടും സെക്കൻഡ് ഇയർ, നെക്സ്റ്റ് വർഷം. ഏതാ നെക്സ്റ്റ് വർഷത്തിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്ന് സിംപ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? 2024 അല്ലേ? അപ്പോൾ 2024ന്റെ കേസിലേക്ക് നോക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 1/1/2024 എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ബ്രോ ഡൗൺ. എത്ര ബാലൻസ് ബ്രോ ഡൗൺ? ഇനി 40,000 രൂപ നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ളത് അല്ലേ? ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുള്ളത്? 40,000 രൂപയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ ബാക്കിയുള്ളത്? പേ ചെയ്യാൻ ബാക്കിയുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെയിം. ഇനി വർഷത്തിന്റെ അവസാനം നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയായിരിക്കും ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ എമൗണ്ട് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എത്രയാണോ കൊടുക്കാൻ ബാക്കിയുള്ളത് അതിന്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരാം? ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരാം അല്ലേ? ഈ 40,000 രൂപയെ കൊടുക്കാൻ ബാക്കിയുള്ളത്. അപ്പം നമ്മൾ എന്തിനു മുകളിൽ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി? ഈ 40,000 മുകളിൽ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അതായത് അൺപെയ്ഡ് ബാലൻസ്, കൊടുക്കാനുള്ള പണം എത്രയാണോ ഈ അൺപെയ്ഡ് ബാലൻസിന് മുകളിൽ മാത്രം എന്ത് കൊടുത്താൽ മതി? ഇൻട്രസ്റ്റ് എമൗണ്ടിനെ കൊടുത്താൽ മതി. അതായത് ഇവിടെ 40,000 കൊടുക്കാനുള്ളത്. സോ എന്ത് ചെയ്യുന്നു? 40,000 ഇൻറ്റു 10%, അതായത് 10/100. അപ്പം എത്ര കിട്ടും മക്കൾ? നമുക്ക് 4,000 രൂപ കിട്ടും അല്ലേ? എത്ര രൂപ കിട്ടും? 4,000 rupees. 4,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റാണേ. ഇനി ഈ വർഷം നമ്മൾ എത്രയായിരിക്കും ഇനി ക്യാഷ് കൊടുക്കുക? നമുക്കറിയാം ഓരോ വർഷം എന്താ കൊടുക്കുക? 20,000 കൊടുക്കും, ആ വർഷത്തെ 10% പലിശയും നമ്മൾ കൊടുക്കും അല്ലേ? സോ നമുക്കറിയാം ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യല്? നമ്മൾ ഡെബിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, എവിടെ റെക്കോർഡ് ചെയ്യുക? ഡെബിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ റെക്കോർഡ് ചെയ്യുക? ക്യാഷ്. ഇനി ഈ വർഷം എത്രയായിരിക്കും നമ്മൾ ക്യാഷ് കൊടുക്കുക അദ്ദേഹത്തിന്? എത്രയായിരിക്കും കൊടുക്കുക? 20,000 രൂപ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഉണ്ട് അല്ലേ? 20,000 പ്ലസ് ഈ വർഷത്തെ പലിശ എത്രയാണ്? 4,000 രൂപയാണ് ഈ വർഷത്തെ പലിശ. അതായത് ടോട്ടൽ രൂപീസ് എത്ര കൊടുക്കും? 24,000 രൂപയായിരിക്കും നമ്മൾ കൊടുക്കാം. ഇത് ഓക്കെ അല്ലേ?
ഇതൊക്കെ അല്ലേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ത് ചെയ്യുന്നു? ബാലൻസ് ക്യാരിഡ് ഓൺ. എത്ര ബാലൻസ് ക്യാരിഡ് ഓൺ വരാ? 20,000 റുപ്പീസേക്കും ബാലൻസ് ക്യാരിഡ് ഓൺ. ടോട്ടൽ 44,000. ഓക്കെ അല്ലേ. എങ്ങനെ ബാലൻസ് ചെയ്യുക? രണ്ട് സൈഡും സമയം നോർമലി നമ്മൾ എങ്ങനെയാണ് ഒറിജിനൽ ബാലൻസ് ചെയ്യുക അതേപോലെ തന്നെ കേട്ടോ. 44,000 ടോട്ടൽ വന്നു, 44 രണ്ട് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തു. സോ 44,000 മൈനസ് 24,000 ബാക്കി 20,000. ഇത് ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ വർഷം എന്താ നടന്നിട്ടുള്ളത്? രണ്ടാമത്തെ വർഷം ആകെ കൊടുക്കാനുള്ള 40,000 രൂപയായിരുന്നു ആദ്യം കൊടുക്കാനുണ്ടായിരുന്നത് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് സൈഡ് അതിന്റെ പലിശ കണ്ടുപിടിച്ചു. എത്രയാ പലിശ? 40,000 ഇൻറ്റു 10%, അതായത് 4,000 രൂപ വന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് 20,000 രൂപയും ഈ വർഷത്തെ പലിശയും എത്രയായി? ഈ വർഷത്തെ പലിശ 4,000 രൂപ, അതായത് 20,000 പ്ലസ് 4,000 24,000 രൂപ വന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് ആണ്. ദെൻ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 20,000 രൂപ ബാലൻസ് എമൗണ്ട് കിട്ടി. ഓക്കെ. ഇനിയിപ്പം മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഇനി അദ്ദേഹത്തിന് എത്ര കൊടുക്കാൻ ബാക്കിയുള്ളത്? 20,000 രൂപയാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യും. എന്താണ്? 1/1/2025 ബാലൻസ്. ഓക്കെ. ബ്രോ ഡൗൺ. എത്ര എമൗണ്ട് ഉണ്ടാവുക? ദ എമൗണ്ട് വിൽ ബി 20,000. ഓക്കെ അല്ലേ. ഇനി ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോ വർഷത്തിനും അവസാനത്തിലേക്കും പലിശ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. എപ്പോഴാ? 31st December 2025. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ അല്ലേ. ഈ വർഷം ഇനി എത്രയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടാവുക? ഇവിടെ അൺപെയ്ഡ് ബാലൻസ് എത്രയാ? എന്താ ഇനി എത്രയാ കൊടുക്കാൻ ബാക്കിയുള്ളത്? 20,000 രൂപയല്ലേ. സോ 20,000 രൂപയുടെ മുകളിൽ 20,000 ഇൻറ്റു 10/100 ദാറ്റിക്കൽ എത്ര കിട്ടും മക്കളെ? 2,000 റുപ്പീസ് കിട്ടും. ഓക്കെ. എത്ര റുപ്പീസാണ് കിട്ടുക? 2,000 റുപ്പീസ് ആയിരിക്കും എന്ത് വരാം? ഇൻട്രസ്റ്റ് ലോൺ വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വർഷം ക്യാഷ് കൊടുക്കുന്നു. എപ്പോഴാ? 31st December 2025. ക്യാഷ് കൊടുക്കുമ്പോൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാൻ അല്ലേ. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ക്യാഷ്. എത്രയായിരിക്കും നമ്മൾ ഈ വർഷം ഇനി കൊടുക്കുക? ഈ വർഷത്തെ കേസിലേക്ക് നോക്കാൻ നമ്മൾ കൊടുക്കൽ എത്രയായിരിക്കും മക്കളെ? 20,000 രൂപ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടും കൊടുക്കും പ്ലസ് ഈ വർഷത്തെ ഇൻട്രസ്റ്റും, അതായത് 2,000 രൂപയാണ് മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ. സോ ടോട്ടൽ എമൗണ്ട് എത്ര വന്നടാ? 22,000 രൂപ വന്നു. ഓക്കെ അല്ലേ. സോ നമുക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? ഡെബിറ്റ് സൈഡിൽ 22,000 കിട്ടും, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും 22,000 രൂപ കിട്ടും. കാരണം എന്താ? മൂന്നാമത്തെ വർഷമാണ്. ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് 3 വർഷം ഈക്വൽ ആയിട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 20,000 രൂപ ഓരോ വർഷം കൊടുത്തതോടുകൂടി എന്ത് ചെയ്തു? ലോണിന്റെ എമൗണ്ട് തീർന്നു. ക്ലിയർ അല്ലേ. സോ ഫസ്റ്റ് ഇയറിൽ 26,000, സെക്കൻഡ് ഇയറിൽ 24,000, തേർഡ് ഇയറിൽ 22,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. ആദ്യ വർഷം 20,000 രൂപ കൊടുത്തു പ്ലസ് 6,000 രൂപ ആ വർഷത്തെ പലിശ. രണ്ടാമത്തെ വർഷം 20,000 രൂപ കൊടുത്തു, 4,000 രൂപ ആ വർഷത്തെ പലിശ. മൂന്നാമത്തെ വർഷം 20,000 രൂപ കൊടുത്തു, ആ വർഷത്തെ പലിശ 2,000 രൂപ. ടോട്ടൽ 22,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. സോ എങ്ങനെ റെക്കോർഡ് ചെയ്യുക, ലോൺ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം എല്ലാവർക്കും സെറ്റ് അല്ലേ. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിൽ എത്രയാണോ ഏക്ക് കൊടുക്കാനുണ്ടായിരുന്നത്, കൊടുക്കാനുള്ള എമൗണ്ടിനെ മുഴുവൻ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യൽ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. എങ്ങനെ? എത്രയാണോ കൊടുക്കാനുള്ള എമൗണ്ട്, ആ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇൻട്രസ്റ്റ് എമൗണ്ടിനെയും നമ്മൾ ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് എമൗണ്ടിനെയും റെക്കോർഡ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. സെറ്റ് അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് ക്യാഷ് കൊടുത്താൽ, പാർട്ട്ണർക്ക് ക്യാഷ് കൊടുത്താൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും, ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ഓക്കെ അല്ലേ. സോ ഇത്രയേ ഉള്ളൂ. കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും, ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും, ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ഇതാണ് ലോൺ അക്കൗണ്ട് പഠിക്കാനുള്ള സിമ്പിൾ ട്രിക്ക്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. സോ എല്ലാവർക്കും ലോൺ അക്കൗണ്ട് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിലും മക്കളെ നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. സോ നമുക്ക് വീണ്ടും കാണാം, വീണ്ടും ഏറ്റുമുണ്ടാം. ഓൾ ദി ബെസ്റ്റ്.